ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ആളുകൾ എന്തിനാണ് കള്ളം പറയുന്നത്, അതുപോലെ അവർ കള്ളം പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശരിക്കും ആളുകൾ എന്തിനാണ് കള്ളം പറയുന്നത്? അതിന് 4 കാരണങ്ങളാണ് മെയിനായിട്ട് സൈക്കോളജി പറയുന്നത്. ഒന്ന്, അവരവരെ തന്നെ സംരക്ഷിക്കാനായിട്ട്, അവരവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് പലപ്പോഴും പലരും കള്ളം പറയാറുള്ളത്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അതിന് നമുക്കൊരു പണിഷ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ അതാരെങ്കിലും കണ്ടുപിടിക്കും, അത് നമ്മുടെ മേലൊരു കംപ്ലൈൻറ്റ് വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പലരും അവരെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളങ്ങൾ പറയാറുണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, അവരെ തന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കള്ളം പറയും. അതായത് നിങ്ങൾ ഈ കാണുന്ന ഞാൻ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പലരും കള്ളം പറയാറുണ്ട്. ഇനി മൂന്നാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഇമ്പാക്റ്റ് അതേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മറ്റുള്ളവരുടെ മേലെ ഒരു ഇത് വരണം എന്ന് കരുതിയിട്ട് കള്ളം പറയും. അത് നല്ലതായിട്ടും വരാം പലപ്പോഴും, അതുപോലെ തന്നെ ചീത്തയായിട്ടും സംഭവിക്കാം. മറ്റൊരാളെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം വരരുത് എന്ന് കരുതിയിട്ട് കള്ളം പറയുന്നുണ്ടാവാം. അതുപോലെ തന്നെ അവരുടെ മേലൊരു പഴി വരണം എന്ന് കരുതിയിട്ടും പലരും കള്ളം പറയാറുണ്ട്. അതാണ് മൂന്നാമത്തെ കാരണം. ഇനി നാലാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. നാലാമത്തെ കാരണം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ കുറച്ച് ഫണ്ണിയുമാണ്. എന്തിനാണ് കള്ളം പറയുന്നത് എന്ന് അറിയാതെ കള്ളം പറയും. അതാണ് നാലാമത്തെ കാരണം. ഈ 4 കാരണങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ കള്ളം പറയുന്നത് എന്നാണ് ഓരോ പഠനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ മനുഷ്യനെക്കുറിച്ചും അതുപോലെ തന്നെ ഇങ്ങനെ കള്ളം പറയുന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് ഒരാളുടെ 13 തൊട്ട് 17 വയസ്സ് വരെയുള്ള സമയത്തിലാണ് അയാൾ ഏറ്റവും കൂടുതൽ കള്ളങ്ങൾ പറയുക എന്നതാണ്. ഇങ്ങനെയെല്ലാം കള്ളം പറയുന്ന ആളുകളെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇങ്ങനെ ഈ കള്ളം പറയുന്ന ആളുകളെ കണ്ടുപിടിക്കാനായിട്ട് ഒരു 6 ടിപ്സ്, അതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നമ്മുടെ കൂടെയുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്, വൈഫ്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, അവരൊക്കെ എന്തെങ്കിലും കള്ളം പറയുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ 6 ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റാർട്ട് വിത്ത് ന്യൂട്രൽ ക്വസ്റ്റ്യൻസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഒരാളോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂട്രലായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. അതായത് ആ ചോദിക്കാൻ പോകുന്ന കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന ഒരു കുട്ടിയോടാണ് ഒരു കാര്യം ചോദിക്കുന്നതെങ്കിൽ, ഫസ്റ്റ് അവർ വന്നപ്പോൾ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെന്തെടുക്കുമായിരുന്നു, എന്തൊക്കെ വിശേഷങ്ങളുണ്ട്, അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് വേണം നിങ്ങൾ തുടങ്ങാൻ. അതായത് കൂടുതൽ പ്രോബ്ലംസ് ഒന്നുമില്ലാത്ത ചോദ്യങ്ങളായിരിക്കണം ആദ്യം നിങ്ങൾ ചോദിച്ചു തുടങ്ങുന്നത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്ന ആളുടെ ബോഡി ലാംഗ്വേജസ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യണം. അതിൽ മെയിനായിട്ടൊരു 4 കാര്യങ്ങൾ. അതായത് അവർ സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കണം. അവർ എത്തരത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് അവരുടെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണ് എങ്ങനെ നോക്കിക്കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ മൂന്നാമത്തെ കാര്യം, മുഖത്തിൻ്റെ ആ ഒരു ഭാഷ അതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ മുഖം എത്തരത്തിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യം അവരത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അതായത് എങ്ങനെ വരിയായിട്ടാണ് പറയുന്നത് എന്നുള്ള ആ ഒരു ടോണ്, ആ ഒരു രീതി നമ്മൾ ശ്രദ്ധിക്കണം. അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ന്യൂട്രൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരതിന് കറക്റ്റായിട്ടുള്ള ഉത്തരമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ 4 കാര്യങ്ങളും കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യണം. ഒരു കറക്റ്റായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ നിങ്ങളോട് പറയുന്ന സമയത്ത് അവർ ഫോളോ ചെയ്യുന്നതിന് ആ ഒരു പാറ്റേൺ വ്യത്യസ്തമായിരിക്കും. അതായത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതിപ്പോൾ ആരാണെങ്കിലും ശരി, അവർ സത്യസന്ധമായ ഒരു കാര്യം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു നേരായ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനോ സംസാരമോ ആണെങ്കിൽ അതിനൊരു പാറ്റേൺ ഉണ്ടാകും, അതിനൊരു തനിമ ഉണ്ടാകും എന്ന് പറയും. അത് വേറിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആയിരിക്കും. അതായിരിക്കും ഒറിജിനൽ ആയിട്ടുള്ളത്. അതിനൊരു വ്യത്യസ്തത ഉണ്ടാകും. അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യും. ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അവരോട് അവർ കള്ളൻ പറയാനുള്ള സാധ്യതയുള്ള ചോദ്യം എന്താണോ അത് ചോദിക്കുക. അപ്പോഴും അവർ ഇതേ പാറ്റേണിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ ഒരേ ബോഡി ലാംഗ്വേജ്, നോക്കുന്ന വിധം, സംസാരിക്കുന്ന രീതി എല്ലാം ഒരേ രീതിയിലാണെങ്കിൽ അവർ നിങ്ങളോട് സത്യം തന്നെയാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പറഞ്ഞ പാറ്റേണിൽ നിന്ന് എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം നുണയാവാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് പറയുന്ന ഈ ടിപ്പ്,
ന്യൂട്രൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങുക എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർ നോ പറയുമ്പോൾ അത് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരാൾ ടെൻഷനായിട്ടിരിക്കുമ്പോൾ ഒരു നോ പറയുന്നതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഉള്ളിൽ എന്തെങ്കിലും കള്ളം വെച്ചിട്ട് അവരൊരു നോ പറയുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊരു വ്യത്യസ്തത ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളൊരു നോ പറയുമ്പോൾ ആ നോ പറഞ്ഞ ശേഷം അവരിങ്ങനെ കണ്ണടയ്ക്കും. അത് ഒരു സത്യസന്ധമായ ഒരു നോ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് അവർ ആ സമയത്ത് കണ്ണടയ്ക്കുന്നത്. അതുപോലെ ഒരാൾ നോ പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കാണ് നോക്കുന്നതെങ്കിൽ അതിലും എന്തെങ്കിലും കള്ളമുണ്ടെന്നുള്ളതാണ്. അതിൽ തന്നെ മൂന്നാമതായിട്ട് ഒരു രീതിയിൽ നോ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് വ്യത്യസ്തമായിട്ടൊരു നോ പറയും. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നീണ്ട ഒരു നോ, അതായത് നോ അത്തരത്തിൽ പറയുന്നത്, അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പറയുന്നത്, ഇല്ല 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 അത്തരത്തിൽ പറയുന്നതിനും അത് നോട പറയുന്നതാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുപോലെ നോ പറയുമ്പോൾ ഇങ്ങനെ പാട്ട് പാടുന്ന പോലെ നോ 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 അത്തരത്തിൽ പറയുന്നതും അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. നോണ പറയുന്നതാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതായത് ഈ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ നോ പറയുന്നതിൽ ഒരുപാട് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ അത് ഒബ്സർവ് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് ടെൻഷൻ വരുമ്പോൾ അവർ നോ പറയുന്നതിൽ വ്യത്യസ്തത ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരത്തിലെല്ലാം സംഭവിക്കാനുള്ള സാധ്യതകൾ. അതുകൊണ്ട് തന്നെ ഒരാൾ നോ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മൾ എത്തരത്തിലാണെന്ന് ശ്രദ്ധിക്കുക. അതിനെ ഒബ്സർവ് ചെയ്യും. ചെറിയ കാര്യങ്ങളായിരിക്കും, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ. അത് ആ മുഖത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മളും അതുപോലെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഒരാൾ നുണ പറയുന്ന സമയത്ത് അവരുടെ ചുണ്ടുകൾ അവർ കടിക്കും. ഇടയിലിടയിൽ അവർ ചുണ്ട് കടിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതൊരു പക്ഷേ അവർക്ക് ടെൻഷൻ വന്നതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വേർക്കുന്നത് അവരുടെ ഫേസിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതുപോലെ നുണ പറയുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ അവർ കൂടുതൽ ടൈം ഇങ്ങനെ അടച്ചു തുറക്കുന്നതായിട്ട് നമുക്ക്, കണ്ണ് ചിമ്മുന്നത് അത് കൂടുതൽ ടൈമായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സാധാരണ ആളുകൾ ഒരു ടൈമിൽ കണ്ണ് ചിമ്മുന്നത് ഒരു 15 to 20 ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇതുപോലെയുള്ള കള്ളം പറയുന്ന സമയത്ത് ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവരതിൽ കൂടുതലായിട്ട് കണ്ണ് ചിമ്മുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ ടൈം ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് ഉള്ളിൽ എന്തോ ടെൻഷൻ ഉണ്ട്, അവരെന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടെൻഷനിലാണ്, അല്ലെങ്കിൽ കള്ളം പറയുന്നുണ്ട് എന്നൊക്കെ തന്നെയാണ് ഇതിന്റെ അർത്ഥം. ഇതുപോലെയുള്ള മൈക്രോ എക്സ്പ്രഷൻസ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ കള്ളം പറയുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ കള്ളം പറയുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ സംസാരിപ്പിച്ച് നിങ്ങളത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ കള്ളം പറയുന്ന ഒരാൾ കൂടുതൽ സംസാരിപ്പിക്കുകയാണെങ്കിൽ അവർ പറയുന്ന കള്ളം നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ കൂടുകയാണ്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മളോട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തൊണ്ട റെഡിയാക്കുന്നത് പോലെ ഇങ്ങനെ സൗണ്ട് കേൾപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ത്രോട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പോലെ ഒരു ആക്ഷൻ കാണിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഇടയിലിടയിൽ സംസാരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിൽ കാണിക്കുന്നത് അവരതിനെക്കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ അവർ കള്ളം പറയുന്നുണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ സാധ്യത. എന്ന് കരുതി തൊണ്ടവേദനയോ ജലദോഷമുള്ള ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ ത്രോട്ട് ക്ലീൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ചുമയ്ക്കുന്നതോ ഒന്നും കള്ളം പറയുന്ന സാധ്യതയായിട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല. അതുപോലെ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ സിമ്പിളായിട്ട് സംസാരിക്കുന്നവരാണെങ്കിൽ അവർ കുറച്ച് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അതും അവർ കള്ളം പറയാനുള്ള സാധ്യതകളാണ് അതിൽ കാണിക്കുന്നത്. അതായത് എപ്പോഴും അവർ സിമ്പിളായിട്ട് സംസാരിക്കുന്നവരാണെങ്കിൽ അവർ കുറച്ച് കൺഫ്യൂസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവരതിലെന്തെങ്കിലും മറയ്ക്കാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആ സമയത്ത് നമ്മളെ കൺഫ്യൂസ് ചെയ്ത് അതിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരാളോട് എവിടെ പോയി, എന്ത് സംഭവിച്ചു അവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയി, അവരെ കണ്ടു, അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നു, അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്നു, ഞാൻ അവരോട് സംസാരിച്ചു, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിൽ അവരെന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കള്ളം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതായത് എപ്പോൾ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും തങ്ങളെ തന്നെ അതിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു ടെൻഡൻസി അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആ കഥ പറയുന്ന ആളെ, അതായത് അത് സംസാരിക്കുന്ന ആൾ അവരെ തന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ആളുകളെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത്രയും നേരം അവരെക്കുറിച്ചായിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ അതുപോലെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അവർ ഞാൻ പോയപ്പോൾ അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നുള്ളത് മാറ്റിയിട്ട് മറ്റൊരാളെയോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവരെയോ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കാൻ ശ്രദ്ധിക്കുക.
ഇത്തരത്തിൽ ഒരാൾ സംസാരിക്കുകയാണെങ്കിലും അതും അവർ കള്ളം പറയുന്നതിൻ്റെ സാധ്യതയാണ് കാണിക്കുന്നത്. 6ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിലെന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരാൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ട്, അവർ കള്ളം പറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവരോട് അത് വീണ്ടും ചോദിക്കുക, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുക. അപ്പോൾ അവർ ആദ്യം പറഞ്ഞ അതേ സ്റ്റോറി അതുപോലെ തന്നെ ഒന്നുപോലും വിടാതെ അതുപോലെ തന്നെയാണ് വീണ്ടും നിങ്ങളോട് പറയുന്നതെങ്കിൽ അവർ കള്ളം പറയുകയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പക്ഷെ നാച്ചുറലായിട്ട്, അതായത് സത്യസന്ധമായിട്ട് പറഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ അവർ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ നിന്നും ചിലത് മിസ്സാകും, അതുപോലെ തന്നെ വീണ്ടും ചിലതെല്ലാം ആഡ് ആവാനുള്ള സാധ്യതകളും ഉണ്ട്. അതുപോലെ തന്നെ ഇവർ ഈ പറഞ്ഞ കഥയെ നമ്മൾ അവരോട് റിവേഴ്സ് ഓർഡറിലൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കള്ളം പറഞ്ഞവർക്ക് അത് പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് റിവേഴ്സാക്കി പറയുമ്പോൾ അവർക്ക് അതിൻ്റെ കണക്ഷൻ വിട്ടുപോകും. അങ്ങനെയും നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും അവർ പറഞ്ഞത് കള്ളമാണോ അല്ലയോ എന്നുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കുട്ടി നിങ്ങളോട് പറയുകയാണ്, ഞാൻ ഇവിടുന്ന് പോയപ്പം കൂട്ടുകാരനെ കണ്ടു, പിന്നെ ഞാൻ അവൻ്റെ വീട് കയറി, അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സൈക്കിൾ എടുത്ത് പോയി. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ഇപ്പോൾ ഇവിടെ വരുന്നതിന് തൊട്ട് മുന്നും നീ എവിടെ നിന്നാണ് വന്നത്, അതിനു മുന്നേ നീ എവിടെയായിരുന്നു? അങ്ങനെ നിങ്ങൾ റിവേഴ്സ് ഓർഡറിൽ അവർ സ്റ്റാർട്ട് ചെയ്തോടത്തേക്ക് പോവുകയാണെങ്കിൽ അവർ പറയുന്ന കള്ളത്തിൽ നിന്ന് അവർക്ക് മാറ്റി പറയേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവരതിൽ പറഞ്ഞതിൽ അവർക്ക് കൺഫ്യൂഷൻ ആകും, അവർ ഉറപ്പായിട്ടും അത് തെറ്റിക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ കള്ളം പറയുകയാണോ അതെയോ സത്യമാണോ പറഞ്ഞതെന്നുള്ളത്. ശരിക്കും ഈ 6 ടിപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാൾ കള്ളം പറയുകയാണോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്ന് വെച്ച് ഈ 6 ടിപ്സ് മാത്രം വെച്ചിട്ട് നിങ്ങൾ ഒരാളെ കള്ളം പറയുകയാണ് അല്ലെങ്കിൽ അവർ കാണിക്കുന്നത് കള്ളത്തരമാണ് എന്ന് തീർത്തും ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ 6 ടിപ്സ് വെച്ചിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളെ നമുക്ക് ഒബ്സർവ് ചെയ്യാം, അതുപോലെ മറ്റുള്ളവരെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുപോലെ ചില കാര്യങ്ങളിലെല്ലാം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചിലർ നമ്മുടെ അടുത്ത് അതുപോലെ പറയുമ്പോൾ നമ്മൾ ഇത് വെച്ച് ഒബ്സർവ് ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതൊരു തമാശയായിട്ടും ഫീൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അവർ നമ്മുടെ മുന്നിലിരുന്ന് കള്ളം പറയുകയായിരിക്കും, പക്ഷെ നമുക്കത് മനസ്സിലാവുമ്പോൾ അതൊരു ഉപദ്രവകരമല്ലാത്ത കള്ളമാണെങ്കിൽ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ നമ്മളോട് കള്ളം പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അത് നമുക്ക് ചിരിച്ചുകൊണ്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാനും അത് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാനും നമുക്ക് സാധിക്കും. ഈ ടിപ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ശരിക്കും ആളുകളെ ഒബ്സർവ് ചെയ്യാനും കണ്ടുപിടിക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. താങ്ക്